ലോകം ഒരു അപകടകരമായ ഊർജ്ജ പ്രതിസന്ധിയുടെ വക്കിലാണ് എന്നാണ് അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. പല ലോകരാജ്യങ്ങളിലും എണ്ണ ശേഖരം അതിവേഗം തീർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ ആഗോള എണ്ണ ശേഖരമുള്ളത്. ഈ അവസ്ഥ തുടർന്നാൽ വരും ദിവസങ്ങളിൽ ലോകമെമ്പാടും വാഹനങ്ങൾ വഴിയിൽ കിടക്കുന്ന, ഫാക്ടറികൾ നിലച്ചു പോകുന്ന കടുത്തൊരു എണ്ണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കാം. പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം കാര്യങ്ങൾ ഒട്ടും ശുഭകരമല്ല. ഈ വർഷം ഫെബ്രുവരിയിൽ ലോകത്ത് 105 ദിവസത്തേക്കുള്ള എണ്ണ ശേഖരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് വെറും 101 ദിവസത്തേക്ക് ആയി ചുരുങ്ങി. ഈ മാസം അവസാനത്തോടെ ഇത് 98 ദിവസത്തെയായി വീണ്ടും കുറയുമെന്നാണ് കണക്കുകൂട്ടൽ. ഇറാനിലെ യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി അവസാനം മുതൽ ഇതുവരെ ഏകദേശം 100 കോടി 1 ബില്യൺ ബാരൽ 100 കോടി അതായത് 1 ബില്യൺ ബാരൽ എണ്ണയാണ് ലോകമെമ്പാടുമുള്ള കരുതൽ ശേഖരത്തിൽ നിന്നും ഉപയോഗിച്ച് തീർത്തത്. നിലവിൽ പ്രതിദിനം 1 മുതൽ 1.3 കോടി ബാരൽ എണ്ണയുടെ കുറവാണ് ആഗോളതലത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ത്യയുടെ കാര്യം പരിശോധിച്ചാൽ രാജ്യത്തിന്റെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ ഇനി ബാക്കിയുള്ളത് വെറും 3.37 ദശലക്ഷം ടൺ ക്രൂഡ് ഓയിൽ മാത്രമാണ്. നമുക്കറിയാം, ഇത്ര വലിയൊരു എണ്ണ പ്രതിസന്ധി ഉണ്ടായതിന്റെ പ്രധാന കാരണം ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധമാണ്. ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതാണ് ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം. കഴിഞ്ഞ 2 മാസത്തോളമായി ഹോർമൂസ് അടഞ്ഞു കിടക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ. ഇത് കാരണം ഇതുവരെ 1 ബില്യണിലധികം ബാരൽ എണ്ണയുടെ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ 20%, LNGയുടെ 20% കടന്നു പോകുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോയിന്റ് ആണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്നത്. ഇത് ഇനിയും അടഞ്ഞു കിടന്നാൽ സ്ഥിതിഗതികൾ രൂക്ഷമാകും, കൈവിട്ടു പോകും എന്ന് തന്നെ പറയേണ്ടി വരും. ബ്ലൂംബർഗ് റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര ഏജൻസികളായിട്ടുള്ള IEA, IMF എന്നിവർ ഇതിനോടകം തന്നെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്ക് സെപ്റ്റംബർ വരെ അടഞ്ഞു കിടന്നാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $167 മുതൽ $200 വരെ എത്തിയേക്കാം എന്നാണ് അവർ പറയുന്നത്. ഊർജ്ജക്ഷാമവും വൻ വിലക്കയറ്റവും കാരണം ലോകത്തിന്റെ GDPയിൽ 3.5 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടായേക്കാം എന്നും പറയുന്നുണ്ട്. രാസവളം നിർമ്മിക്കാൻ ഗ്യാസ് ആവശ്യമായതിനാൽ അടുത്ത 6-7 മാസങ്ങൾക്കുള്ളിൽ ഇത് വലിയൊരു ഭക്ഷ്യപ്രതിസന്ധിക്കും കാരണമാകും. ഷിപ്പിംഗ്, ഇൻഷുറൻസ്, ചരക്കുകൂലി എന്നിവ കുത്തനെ ഉയരുകയും ചെയ്യും. JP മോർഗന്റെ മുന്നറിയിപ്പും നമ്മൾ നിസ്സാരമായി കാണരുത്. നിലവിലെ അവസ്ഥ തുടർന്നാൽ അടുത്ത മാസം തുടക്കത്തോടെ തന്നെ വികസിത രാജ്യങ്ങളിലെ OECD എന്ന് പറയും, വികസിത രാജ്യങ്ങളിലെ എണ്ണ വിതരണ ശൃംഖലകൾ താറുമാറാകാൻ തുടങ്ങും. ഇതിനെയാണ് സാമ്പത്തിക വിദഗ്ധർ ഓപ്പറേഷണൽ സ്ട്രെസ് ലെവൽ എന്ന് വിളിക്കുന്നത്. എണ്ണ ശേഖരം ഗണ്യമായി കുറയുന്നത് കാരണം പമ്പുകളിലേക്കും ഫാക്ടറികളിലേക്കും ആവശ്യത്തിന് ഇന്ധനം എത്തിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയാണിത്. സെപ്റ്റംബറോടെ ഇത് ഓപ്പറേഷണൽ മിനിമം എന്ന ഏറ്റവും അപകടകരമായ നിലയിലേക്ക് താഴും. ഒരു റിഫൈനറിക്കോ ഫാക്ടറിക്കോ അവരുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ എണ്ണ മാത്രം ബാക്കിയുള്ള അവസ്ഥയാണിത്. ചുരുക്കത്തിൽ ടാങ്കിലെ അവസാന തുള്ളി എണ്ണയും തീർന്ന് ലോകം നിശ്ചലമാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയെ പോലുള്ള, ചൈനയെ പോലുള്ള രാജ്യങ്ങളെയാണ്. കാരണം നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണയുടെ 88%, LPGയുടെ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഈ വിതരണം നിലച്ചാൽ ഇന്ത്യയിൽ വൻ ഇന്ധനക്ഷാമവും കടുത്ത വിലക്കയറ്റവും ഉണ്ടാകും. ഊർജത്തിനായി ഗൾഫ് രാജ്യങ്ങളെ പൂർണ്ണമായും ആശ്രയിക്കുന്ന ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ സ്ഥിതിയും അപകടത്തിലാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ പെട്രോൾ പമ്പുകളിൽ വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത്. ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ അവിടുത്തെ വൈദ്യുതി ഉൽപാദനവും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ചുരുക്കത്തിൽ ഹോർമൂസ് കടലിടുക്ക് വഴി ലോകത്തേക്കുള്ള എണ്ണയുടെ ഒഴുക്ക് ഉടൻ സാധാരണ നിലയിലായില്ല എന്നുണ്ടെങ്കിൽ ലോകം വലിയൊരു സാമ്പത്തിക ഇരുട്ടിലേക്ക് കുപ്പുകുത്തും, ഊർജ്ജ ഇരുട്ടിലേക്ക് കുപ്പുകുത്തും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ജസ്റ്റിസ്